ഗുരുവും ബോലയും സാവധാൻ. നിങ്ങൾ രണ്ടുപേരും കാതു തുറന്ന് കേൾക്കൂ. ആദ്യം ലെഫ്റ്റ് കാത്, പിന്നെ റൈറ്റ് കാത്. ഗുരു, കാത് എങ്ങനെയാ തുറക്കേണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എങ്ങനെയാ എന്റെ കാത് തുറക്കുന്നേ? കതവ് തുറക്കുന്ന പോലെ തള്ളി തുറക്കണോ, അതോ കടയുടെ ഷട്ടർ തുറക്കുന്ന പോലെ മേളിലോട്ട് വലിച്ചു തുറക്കണോ? എന്റെ പൊന്നു പോലെ മോനെ, കാത് തുറന്ന് കേൾക്കണം എന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കണം എന്നാണ് അർത്ഥം. മേജർ സാറേ, ഞങ്ങൾ ഞങ്ങളുടെ കാത് തുറന്നു. ഈ തോക്ക് എന്റെ അച്ഛന്റെ ചേട്ടന്റെ അനിയന്റെ മകന്റെ മോന്റെ കൂട്ടുകാരൻ ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. ഇനി ഇത് വൃത്തിയാക്കി വെക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. വൃത്തിയാക്കാൻ തുടങ്ങിക്കോളൂ. കൊതുക് കുണുങ്ങി കുണുങ്ങി കടിച്ചപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു. अरे मच्छर काटा, अरे मच्छर काटा काटा काटा, मच्छर काटा, मच्छर काटा, काटा 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 काटा, आई 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 आई। ഇന്ന് ഹസ്തിയുടെ റൊട്ടി ഞാൻ അടിച്ചു മാറ്റിയിരിക്കും. കാട്ടാ കാട്ടാ, അരെ മच्छर കാട്ടാ കാട്ടാ കാട്ടാ. എടാ, ഗണ്ണ് എവിടെ പോയി? കാണുന്നില്ലല്ലോ. ആ ഗുരു, ഗണ്ണ് എവിടെ പോയി? Tommy fire! എടാ പൊന്നു ചക്കര പോലെ, ഗണ്ണ് നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞാൽ മേജർ കാരണം നമ്മുടെ രണ്ടുപേരുടെയും ജീവൻ നഷ്ടപ്പെടും. അതെ ഗുരു, ഇനി എന്താ ചെയ്യാ? വിശ്വാസം നഷ്ടപ്പെടുത്തരുത് പോലെ. നമ്മൾ ഉടൻ തന്നെ ആൽബർട്ടോയുടെ കടയിലേക്ക് പോകുന്നു, ദൂരെ നോക്കി എടുക്കുന്നു, ഗണ്ണ് എവിടെയെന്ന് കണ്ടുപിടിക്കുന്നു. ആൽബർട്ടോയുടെ കടയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇവിടെ ഉള്ളതെല്ലാം എന്റെ മുത്തച്ഛന്റെ അമൂല്യ ശേഖരങ്ങളാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വിട്ടോ. നമ്മൾ തമ്മിൽ ഒരു കച്ചവടവും ഇല്ല, കേട്ടോ? ഭാവി ദുർവിധിയോ? എന്റെ മുത്തച്ഛനോട് നീ ഇങ്ങനെയാണോ ബൈ പറയുന്നത്? നിങ്ങൾ എവിടേക്കാ പോയി മറഞ്ഞത്? നമ്മൾ എന്തായാലും രക്ഷപ്പെട്ടു പോലെ. ഈ ഭാവി ദുർവിധി ദൂരെ നോക്കിക്കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഗണ്ണിനെ കണ്ടുപിടിക്കാം. എന്തായാലും എന്റെ തല ഗുരു, നമ്മുടെ തലയിന് മേലിൽ തേങ്ങ വീഴുന്ന കാണാൻ നല്ല രസമുണ്ടല്ലേ? പോലെ നമ്മൾ രണ്ടുപേരും നിൽക്കുന്നത് ഇവിടെയല്ലേ, പിന്നെ നമ്മുടെ തലയിൽ എങ്ങനെ തേങ്ങ വീഴാനാ? ശരി വാ, നമുക്ക് പോയി നോക്കാം. ഇവിടെ ഒന്നും ആരെയും കാണാനില്ലല്ലോ. ഗുരു, ഒരുപക്ഷെ അവര് നമ്മുടെ ഇരട്ട സഹോദരന്മാരെ ആണെങ്കിലോ? എടാ പോലെ, നമുക്കങ്ങനെ ഇരട്ട സഹോദരന്മാർ ആരും തന്നെ ഇല്ലടാ. ഇല്ല, ഇത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എന്റെ തല പൊട്ടിയേ. എടാ പോലെ, ഈ ദുർവിധിക്കകത്ത് എന്തോ ദുർവിധി ഉണ്ടെന്ന് തോന്നുന്നു. സൂക്ഷ്മമായി നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ കാര്യം കട്ട പോകയാ. രക്ഷിക്കണേ, ആരെങ്കിലും വന്ന് രക്ഷിക്കണേ. രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. ഗുരു, ഇതിൽ കാണുന്നത് സത്യത്തിൽ നടക്കുവോ? സത്യമാണോ കള്ളമാണോ അത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് തന്നെ കണ്ടുപിടിക്കണം. ചിലപ്പോ നമുക്ക് ഇരട്ട സഹോദരന്മാരുണ്ടെങ്കിൽ അവരെ ഈ ആപത്തിൽ നിന്നും രക്ഷിക്കണം. ഇവിടെ ഇന്ന് ആരും കാണുന്നില്ലല്ലോ. ഗുരുവിനെ പോലെ തന്നെ എനിക്കും ഈ പഴത്തൊലിയിൽ ചവിട്ടി കളിക്കണം. എടാ പൊന്നു പോലെ, ഈ ഭാവി ദുർവിധി ദൂരെ നോക്കിയുണ്ടല്ലോ. ഇത് ദൂരെയുള്ള വസ്തുവിനെ അടുത്ത് കാണിക്കുന്ന യന്ത്രമല്ല, നമ്മുടെ ഭാവി ദുർവിധിയെ കാണിക്കുന്ന യന്ത്രമാ. എടാ പോലെ, ഇത് തന്നു നമുക്ക് 8ന്റെ പണി. ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാന്ന് നോക്കാം. വാ നീ.
ഗുരു മേജർ സാർ വലിയൊരു ആപത്തിൽ പെടാൻ പോവുകയാണ്. അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പോലെ, നമുക്ക് മേജർ സാറെ രക്ഷിച്ചു കൊണ്ടുവരണം പഴയ പോലെ. പോലെ അതാ കാണുന്ന ആ മരത്തിന്റെ വള്ളിയെ പിടിക്കാൻ നോക്ക്. ഇനി എത്രയും പെട്ടെന്ന് മേജറിന്റെ അടുത്ത് പോകണം ഒരു പോക്ക്. നമ്മൾ എത്തുന്നതിന് മുമ്പേ തന്നെ അങ്ങനെ കിട്ടേണ്ട പണി കിട്ടി കഴിഞ്ഞു. കണ്ടോ, കൊച്ചു പിള്ളേരെ പോലെ പുള്ളി കരയുന്നത് കാണുമ്പോൾ വിഷമിക്കാത്തവരുണ്ടോ? ഇനി എന്താ ചെയ്യാ ഗുരു? പോലെ മേജറിന് പറ്റിയതുപോലെ ആർക്കും പറ്റാതെ നോക്കും ഈ ഗുരു. നോക്കട്ടെ ഇനി ആർക്കെല്ലാം ആപത്ത് സംഭവിക്കുമെന്ന്. അതിങ്ങ് തരൂ. വേഗം പോകാൻ പോലെ, അല്ലെങ്കിൽ MJ ഇപ്പൊ തന്നെ പോകും മേലെ. മേജർ സാറിന്റെ തോക്ക് ഇദ്ദേഹത്തിന്റെ കയ്യിലാണല്ലോ. അതേപോലെ MJ നമ്മൾ രക്ഷിക്കുന്നു, അതുപോലെ നമ്മുടെ തോക്ക് തിരികെ എടുത്തുകൊണ്ട് പോകുന്നു. നിക്ക്, ഞാൻ പറയുന്നത് കേക്ക്. ഓ, എന്റെ അടുത്തേക്ക് വരരുത്. വന്നാൽ ഞാൻ വെറുതെ ഇരിക്കല്ലോ. ഗുരു, MJക്ക് നീന്താൻ അറിയില്ലെന്ന് തോന്നുന്നു. അവനെ രക്ഷിച്ചേ മതിയാവൂ. പോലെ നീ കൊടുത്ത ഷോക്ക് ട്രീറ്റ്മെന്റിൽ ഇവന്റെ ഈ കുന്ത്രാണ്ടങ്ങൾ ഇല്ലാതെ ഇവൻ നൃത്തമാടിയത് നല്ല രസമായിരുന്നു അല്ലേ? എങ്ങനെയോ കിട്ടിക്കഴിഞ്ഞു മേജർ സാറിന്റെ ഗണ്ണ്. ഇനി വീട്ടിലേക്ക് പോകാം റിട്ടേണ്. പോലെ ഏതായാലും ഗണ്ണ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ ഭാവി ദുർവിധി എന്ന ദൂരെ നോക്കിയേ നമുക്ക് തിരിച്ചു കൊടുത്തേക്കാം. അത് ശരിയാ ഗുരു, പക്ഷെ തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു പ്രാവശ്യം ഭാവി നോക്കിയാലോ? ഞാനും അത് തന്നെയാണോ വിചാരിച്ചത്. ഇന്ന് ഞാൻ വിടില്ല. പോലെ ദുർവിധിയിൽ നമ്മൾ കണ്ട ഈ സംഭവം തടയണമെന്ന് കരുതുന്നത് അസംഭവം. എന്തായാലും ഗുരുവിനെ അടിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് നിനക്ക് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും പോലെ? നിനക്കിത് സന്തോഷമായിരിക്കാം, പക്ഷെ നിന്റെ ഗുരുവിന് ഇത് ദുഃഖമാണടാ. എനിക്ക് ഏറ്റവും വലിയ വേദന നീ വേദനിച്ച് കാണുമ്പോഴാണടാ പോലെ. ദുർവിധിയിൽ കണ്ട കാര്യം തീർച്ചയായിട്ടും സംഭവിക്കുമല്ലോ. ആർക്കും അത് തടയാൻ കഴിയില്ലല്ലോ ഗുരു. എനിക്ക് കഴിയും. ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല ഇനി എന്നും. അതുകൊണ്ട് നമ്മൾ പിരിയണം എന്നെന്നും. ഞാൻ നിന്നെ നിരന്തരമായി വിട്ടിട്ട് പോകാൻ പോവുകയാണ് എന്റെ പോലെ. ഇനി മുതൽ അങ്ങോട്ട് സംഗീതമുണ്ടാവും, പക്ഷെ അതിനോടൊപ്പം നൃത്തം വയ്ക്കാൻ എന്റെ പോലെ ഉണ്ടാകില്ല. ഇല്ല ഗുരു, ഗുരുവില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അതുപോലെ ഗുരുവില്ലാതെ പോലെ ഒന്നിനും കൊള്ളാത്തവനാവും. പോലെ ഒരു സാധനം നിനക്ക് തരാൻ ഞാൻ മറന്നുപോയടാ. ഈ അക്രൂട്ട് കാരണമാണ് നമ്മൾ ആദ്യമായി ഫ്രണ്ട്സ് ആയത്. നിനക്ക് വിശക്കുന്നുണ്ടായിരുന്നു, നീ ഇത് പൊട്ടിക്കാതെ കഴിക്കാൻ നോക്കി. അപ്പോൾ ഞാനാണ് നിന്നെ തടഞ്ഞത്. എന്നിട്ട് ഞാൻ നിന്നോട് പറഞ്ഞു ഇത് പൊട്ടിച്ച് വേണം കഴിക്കാനെന്ന്. പക്ഷെ ഞാൻ ഗുരു പറഞ്ഞത് കേട്ടില്ല. ഞാൻ മുഴുവനായിട്ട് അതങ്ങ് വിഴുങ്ങി. എന്നിട്ട് ആ അക്രൂട്ട് നിന്റെ തൊണ്ടയിൽ കയറി കുടുങ്ങി. അത് കഴിഞ്ഞ് നീ പോലെ നീ വീണ്ടും ആ അക്രൂട്ട് പൊട്ടിക്കാതെ അങ്ങനെ എടുത്ത് വിഴുങ്ങിയോ? ഞാൻ വിടില്ല, അത് പുറത്തു വരാതെ ഞാൻ വിടില്ല. എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യും? ഐഡിയ! തകദിമി തകദിമി താളം കൊട്ടി ഗുരുപാടി പോലെ നൃത്തമാടി. अरे अटक अटक, गया गले अटक. अरे अटक अटक.
गया गले अटक अखरोट अटक अरे अटक अटक चल छटक छटक अखरोट छटक अरे छटक छटक अखरोट छटक आया 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 गया उल्टा लटक अब उल्टा लटक हाँ 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 अरे छटक छटक पटक पटक सड़क सड़क छटक छटक पटक पटक लटक लटक खटक 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 पटक 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 सड़क सड़क छटका रे 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 അത് കണ്ടോ ഈ അക്രൂട്ട് വീണ്ടും നമ്മൾ രണ്ടുപേരെയും ഫ്രണ്ട്സ് ആക്കി ഇതിൽ കണ്ട കാഴ്ച നമ്മൾ ഭാവിയിൽ വഴക്കുണ്ടാക്കുന്നതല്ല ഈ അക്രൂട്ട് നിന്റെ തൊണ്ടയിൽ നിന്നും പുറത്തെടുക്കുന്ന കാഴ്ചയായിരുന്നു ആ കാര്യം അറിയാതെ നമ്മൾ രണ്ടുപേരും പിരിഞ്ഞു പോവാൻ നോക്കി നമ്മുടെ സൗഹൃദം പൊട്ടിപ്പോകാനുള്ളതല്ല ഹിറ്റടിക്കാനുള്ളതാണ്